AR ക്യാമ്പിന് വിളിക്കുന്ന പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ വീണ്ടും ചേരുന്നു. പറയൂ ഷിജോ. SKN അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി AR ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിവിടെ കഴിഞ്ഞ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നത്. സാധാരണ നിലയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ നമുക്ക് ലഭിച്ച അറിയിപ്പ് പ്രകാരം ഏകദേശം ഒരു 9 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് പോകും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പിന്നീട് വീണ്ടും IG പൂങ്കുഴലി ഇവിടെ എത്തിയതോടുകൂടി ചോദ്യം ചെയ്യൽ നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും വളരെ വിശദമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം പരാതിക്കാരി രാഹുലിനെതിരെ മൂന്നാമത്തെ ഒരു പരാതി വരുന്നു. ആ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സാധൂകരിക്കുന്ന തെളിവുകളടക്കം ഏതൊക്കെ രീതിയിൽ ശേഖരിക്കാൻ കഴിയുന്ന തെളിവുകളുണ്ടോ അതെല്ലാം ഇതിനോടകം തന്നെ SIT ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകൾ മാത്രം SITക്ക് ലഭിച്ചാൽ മതി. പിന്നെ ഈ ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ ഒരു മൊഴി, രഹസ്യ മൊഴി കൂടി രേഖപ്പെടുത്തണം. ആ രഹസ്യ മൊഴി കൂടി രേഖപ്പെടുന്ന മുറയ്ക്ക് അന്വേഷണം അതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനു മുമ്പ് പരമാവധി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് SIT ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും വൈദ്യപരിശോധന കൊണ്ടുപോകാനുള്ള സമയം നീണ്ടുപോയിക്കൊണ്ട് ഇപ്പോഴും രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് 5-ാം മണിക്കൂറിലേക്ക് കടന്നിട്ടുള്ളത്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടുമായിട്ട് അന്വേഷണ സംഘം പാലക്കാട്ട് നിന്ന് പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്ക് വന്നത്. AR ക്യാമ്പിലേക്ക് വന്ന് ഏകദേശം ഒരു 9 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും എന്നുള്ള അറിയിപ്പ് ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവച്ചിരുന്നു. 9 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിരുന്നതാണ്. അപ്പോൾ അപ്രകാരം വീണ്ടും ഇതിങ്ങനെ നീണ്ടുപോകുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടി നിലവിൽ SITയും പോലീസ് ഉദ്യോഗസ്ഥരും കാണുന്നുണ്ട്. കാരണം പലയിടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുതൽ വിവരങ്ങൾ നൽകിയത്. വൈകാരിക പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ കേസിൽ പരാതി കൊടുത്തയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ധൈര്യം നൽകിയതിന് ദൈവത്തിന് നന്ദി. സമൂഹമാധ്യമ പോസ്റ്റിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ പിറക്കാത്ത നിലവിളികൾ ദൈവം കേട്ടു. പിറക്കാതെ പോയ കുഞ്ഞിന് സ്വർഗത്തിലിരുന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നും ആദ്യ കേസിലെ അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.